സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡില് നമ്മുടെ അൻസാരിക്ക ഉണ്ടല്ലോ, ഇക്കായ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തെളിവ് സഹിതം കൊടുത്തു. കാരണം അവര് ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങള് എന്താണെന്നൊക്കെ അവര് പറയുന്നുണ്ട്. പക്ഷേ അവര് ചെയ്തു കൂട്ടിയ കുറെ കാര്യങ്ങളെ പറ്റി തെളിവ് സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ അൻസാരിക്ക് എത്ര കേട്ടാലും ഒരു ഉളുപ്പില്ലാത്ത മനുഷ്യനായതുകൊണ്ടും എന്തൊക്കെയാണെങ്കിലും തലേന്ന് ആ കെട്ട് വഴിച്ചു വെച്ചിട്ട് എന്ത് തോന്നിയാസവും പറയാൻ ഒരു കുഴപ്പമില്ല, തലയെക്കെട്ട് മാത്രം മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് പുള്ളിക്ക് അത് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം തലേന്ന് ആ കെട്ടം ഊരി വെച്ചാൽ മതിയല്ലോ, എന്തും ചെയ്യാം. അല്ലയോ അൻസാരി, അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ എവിടെ ഒന്നും ചെയ്തിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരില് ഞങ്ങൾ പോയിട്ട് ഏതെങ്കിലും സായിപ്പിന്റെ കാല് നോക്കി കൊടുത്തിട്ട്, ബ്രിട്ടീഷുകാരുടെ കാല് നോക്കി കൊടുത്തിട്ട് ഒരു പഞ്ചായത്ത് പോലും സ്ഥാപിച്ചിട്ടില്ല. ഒരു പഞ്ചായത്ത് പോലും ഞങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നോ കുത്തിക്കൊന്നോ ഒരുത്തനോടും മതം മാറാനും പറഞ്ഞിട്ടുമില്ല. തലയിലെ കഴുത്തിന് വാള് വെച്ചിട്ട് അല്ലെങ്കിൽ തലയുടെ മുടിയെ പിടിച്ചിട്ട് നീ ഇങ്ങോട്ട് മാറിക്കോ, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബവും സ്വത്തും എല്ലാം നശിച്ചു പോകുന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ആരോടും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ അങ്ങനല്ല, അൻസാരി അങ്ങനല്ല. അൻസാരി ചോദിക്കുന്നില്ല, അല്ല നിങ്ങൾ എന്താണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഇളകിയിരുന്ന കൊണ്ട് ചോദിക്കുന്നു. നിങ്ങൾ ചെയ്ത കാടത്തരവും ക്രൂരത്തരവും ഒരു മനുഷ്യനും മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പരിപാടികളാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത്. എന്നിട്ട് പറയുകയാണ് ഏതോ ഒരാളുടെ അണ്ടർഗ്രാൻഡ്. നിങ്ങൾക്ക് പിന്നെ അതാണല്ലോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നിങ്ങൾക്ക് അത് എവിടെ പോകുന്നു, ആ തുണി എവിടെ പോകുന്നു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രാധാന്യമായിട്ടുള്ളത്. അൻസാരി ഈ പറയുന്നതൊക്കെ ഞാൻ ഉളുപ്പ് വേണ്ടേ അൻസാരി? ഉളുപ്പെന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ശരീരത്തുണ്ടോ? നാണോ എന്ന് പറയുന്ന സാധനം ആലപ്പുഴക്കാർക്ക് നാണക്കേടാണല്ലോ താങ്കള്. ആ അൻസാരി സൂരി എന്ന് വെച്ചാൽ മതി, ആലപ്പുഴയിൽ നിന്ന് എടുത്തങ്ങ് മാറ്റിക്കോ കേട്ടോ. കാരണം ഞാനും ഒരു ആലപ്പുഴക്കാരനായതുകൊണ്ട് പറയുകയാണ്, നാണക്കേടാണ്. ആ പേരിനെ, ആ ജില്ലയെ തന്നെ താങ്കള് ഇതേപോലെ എഴുതുകൊണ്ട് അപമാനിക്കുകയാണ്, ആലപ്പുഴ എന്നുള്ള പേര് വെച്ചുകൊണ്ട്. ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയ താങ്കള്. നിങ്ങൾ എന്താ ചെയ്തേന്ന്? നിങ്ങൾ 1921 ചെയ്തു കൂട്ടിയ 1921 പോട്ടെ, അതിനു മുമ്പും 1851 കുളത്തൂർ ലഹള മുതൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ പറ്റി പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും നിങ്ങളെ അടുപ്പിക്കത്ത് പോലില്ല. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് നിങ്ങൾ പെരുമാറിയിട്ടുള്ളത്. മനസ്സിലായോ അൻസാരി? ഇത് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നിങ്ങള് പല ചരിത്രങ്ങളും പോട്ടെ എന്ന് വെച്ചുകൊണ്ട് പലരും അതിനെ മറക്കുമ്പോൾ നിങ്ങളെ പോലുള്ള തലയെക്കെട്ടുകാർ വന്നിരുന്നുണ്ട് അതും ഇതും പറഞ്ഞിട്ട് ഞങ്ങളെ പോലുള്ളവർ ഇതെടുത്ത് പുറത്തേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ചെയ്ത്. വെറുതെ വല്ല ഏതെങ്കിലും പള്ളിയിൽ വല്ല കുത്തുവേ നടത്തി മാറിയിരുന്നാ പോരെ. എന്തിനാ ഈ നാണം കെട്ട പരിപാടിക്ക് വരുന്നത്? ഇനി 1921 ഞങ്ങൾ ചെയ്യാത്ത പലതും ചെയ്ത നിങ്ങളോട് പറയാണ്. നിങ്ങൾ ചെയ്തതെടുത്ത് അങ്ങോട്ട് കാണിക്കുമ്പോൾ ആ തലയിലുള്ള തലപ്പാവ് എടുത്തിട്ട് മുഖം പൊത്തിക്കൊണ്ട് കണ്ടം വഴി ഓടാതിരുന്നാൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നാലെ ഞങ്ങൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായ? അറിയാത്ത ജനങ്ങൾ ഇത് മൊത്തം അറിയുകയും ചെയ്യും. അറിയട്ടെ, അതാണുള്ള ആവശ്യം. പിന്നൊരു കാര്യം, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും ചുവന്ന വെൽവെറ്റിനെ പറ്റി ഏതെങ്കിലും ഇസ്ലാമിക അടിമയ്ക്ക്, അള്ളാഹുവിന്റെ അടിമയ്ക്ക്, ഏതെങ്കിലും മുഹമ്മദിയന് അതെന്താ ചുവന്ന വെൽവെറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് വരാൻ ഒരുത്തനും ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം വന്നിട്ട് താഴെ ഒരു കമന്റ് ഇടട്ടെ, ഞാൻ തരാം അതിനുള്ള തെളിവ്. അപ്പൊ ഈ അൻസാരി പറഞ്ഞത് എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം. പാകിസ്ഥാനിലേക്ക് പോണേ. പോവാ പ്രശ്നം ഉണ്ടാക്കല്ലേ, പോവാ പാകിസ്ഥാനിലേക്ക് പോണേ. ധൃതി വെക്കല്ലേ PC, ഈ ബട്ടൺസ് ഇട്ടോട്ടെ. അപ്പൊ ഞങ്ങള് മുസ്ലിമീങ്ങളൊക്കെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെയാണ്, ഞങ്ങൾ ഈ രാജ്യം വിട്ട് പോണെന്ന് പറയും. ഓക്കെ, ശരി. അപ്പൊ എങ്ങോട്ടാ പോകേണ്ടത്? പാകിസ്ഥാനിലേക്ക്. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴേ ഞങ്ങളുടെ മുൻഗാമികളാകുന്ന കുറച്ച് ഭീകരവാദികളും തീവ്രവാദികളുണ്ടല്ലോ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, അവരുടെയൊക്കെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കാൻ, ഇന്നും നിലനിൽക്കാൻ അവർ ഉണ്ടാക്കി വെച്ച ചില ചരിത്ര സ്മൃതികളുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അതും കൂടെ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. കാരണം ഈ ഭീകരവാദികളുടെ ഓർമ്മകളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടെന്നേ.
അപ്പൊ എന്ന് വരുമ്പോൾ ഞങ്ങൾ ഏതായിരുന്നാലും താജ്മഹൽ ഞങ്ങൾ കൊണ്ടുപോകാം. കുത്തുബ് മിനാറും ഇഞ്ഞെടുത്ത്, ചാർമിനാറും ഇഞ്ഞെടുത്ത്, മുഗൾ ഗാർഡൻ ഇഞ്ഞെടുത്ത്, ഫത്തേപൂർ സിക്രി ഇഞ്ഞെടുത്ത്, ആഗ്ര കോട്ട ഇഞ്ഞെടുത്ത്, അതുപോലെ തന്നെ ചെങ്കോട്ടയും ഞങ്ങൾ ഇഞ്ഞെടുത്തു. ഞങ്ങൾ പോവാണ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് നഗരവും കൂടി എടുക്കുക. കാരണം എന്താ അറിയോ, ഈ മുർഷിദാബാദ് നഗരം കണ്ടിട്ട് ബ്രിട്ടീഷ് വൈസ്രോയി റോബർട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മുർഷിദാബാദ് നഗരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ലണ്ടൻ സിറ്റി ഒന്നുമല്ല. അങ്ങനെ രാജ്യത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒട്ടേറെ സംഭാവനകൾ ഞങ്ങളുടെ മുൻഗാമികളായ ഭീകരവാദികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ വെറുങ്കയോട് കൂടി അങ്ങ് പോകില്ല, ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടേ പോവുള്ളൂ. അല്ല PC ജോർജ്, ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ? ഞങ്ങളങ്ങനെ കുറെ നാളുകൊണ്ട് ആലോചിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയാൻ കേൾക്കട്ടെ. ഈ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത വല്ല എന്തെങ്കിലും ഉണക്കാനിട്ടത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ മറന്നതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? തലയൊക്കെട്ടിരിക്കുന്ന ഉടച്ചോനെ, നീ എനിക്ക് ചോദിക്കാം, അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണേ. നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത്? നാണമില്ലേ VC ജോർജ്? ചോദിക്കുകയാണ്. നാണവും മാനും ഉളുപ്പില്ലേ? ഞാൻ ആ വേഷത്തിന്റെ ആ പ്രധാനപ്പെട്ട തലപ്പാവെടുത്ത് മാറ്റിയതിനു വേണ്ടി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഷയൊന്നും ഉപയോഗിക്കാറില്ല. നാണവും മാനവില്ല. ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഹിന്ദുവും മുസൽമാനും കൈകോർത്ത് പിടിച്ചുണ്ടാക്കി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുമില്ലാത്ത നിങ്ങൾക്ക് എന്തിനേറെ ഈ 800 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച മുസ്ലിമീങ്ങൾ, 200 വർഷം ബ്രിട്ടീഷുകാരാകുന്ന ചില പ്രത്യേക വിഭാഗക്കാർ ഭരിച്ചു തീരുന്നതിന് മുമ്പ് അവർക്കെതിരെ ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്ത് ഇവിടുന്ന് ഓടിക്കേണ്ടി വന്നു. അവർക്കൊക്കെ മതമുണ്ടെന്നേ. സാക്ഷാൽ വിൻസ്റ്റൺ ചർച്ചിൽ 1945 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി കൊണ്ട് ഭരിക്കുന്നു. എങ്ങനെ ഈ പട്ടിണി കൊണ്ട് ഭരിച്ചത്? ഈ രാജ്യത്തിന്റെ വിഭവ സമ്പത്ത്, ഈ രാജ്യത്തിന് മുഴുവൻ ഊട്ടാനുള്ള വിഭവ സമ്പത്ത് പശ്ചിമ ബംഗാളിൽ മാത്രം സംഭരിക്കാൻ കഴിയും. അത്രയും നല്ല വിളനിലമാണ്, കൃഷിയുടെ വിളനിലമായ പശ്ചിമ ബംഗാളിൽ നിന്ന് ആ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി. അതൊരു പരാതിപ്പെടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നൊരു കത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ കൊടുത്തപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞറിയോ? അവരൊക്കെ പോയി ചാകട്ടെ, കാട്ട് മുയലുകൾ പെറ്റുപെരുകുന്ന പോലെ പെറ്റുപെരുകുന്ന വെറും മൃഗങ്ങളാണ് ഇന്ത്യക്കാരി എന്ന് പറഞ്ഞത് ചരിത്രത്താളിൽ ഞാൻ കാണിച്ചു തരാൻ കഴിയും. അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടയും ചെയ്യാത്ത നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ടു പോകാൻ പറയുന്നത്? ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പോകണമെങ്കിലേ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കഷ്ടത്ത് വെച്ചോട്ടേ പോകുള്ളൂ. പറഞ്ഞ മനസ്സിലായ? നിങ്ങൾക്ക് എടുക്കാൻ വിൻസ്റ്റൺ ചർച്ചിലെ പെണ്ണുമ്പോഴുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. അതുകൊണ്ട് മര്യാദക്ക് വർത്തമാനം അൻസാരി എന്താ ചെയ്തത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലാന്നേ. നിങ്ങൾ ചെയ്തതുപോലെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി കൂടെ നിൽക്കുകയോ ഒരു പഞ്ചായത്തോ വേണ്ട ഒരു ഗ്രാമം ഉണ്ടാക്കാൻ പോലും ചെറിയൊരു ഗ്രാമം ഉണ്ടാക്കാൻ പോലും ഞങ്ങൾ സാഹിബന്മാരുടെ മുമ്പിൽ പോയിട്ട് കൈകൂപ്പി നിന്നില്ല. മനസ്സിലായോ? ഞങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരാരും ചെന്നിട്ട് കൂടെ നിന്നിട്ട് അതെ നിങ്ങൾ പോകുമ്പോഴത്തേനും ഞങ്ങൾക്ക് അതെ ഇന്ന സ്ഥലം പതിച്ചു തന്നേക്കണം, ഇന്ന ഇതിങ്ങ് തന്നേക്കണം, ഞങ്ങൾ ഇന്ന പോലെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവാണ്, ഒരു രാജ്യം ഉണ്ടാക്കാൻ പോവാണ് എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ ആരുടെയും കാലിലും കയ്യിലും ഒന്നും പിടിക്കാൻ പോയില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. അവരുടെ അണ്ടർ ഗാർമെന്റ്സ് അവർ വന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴത്തേനും അല്ലെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ എന്താ കൊണ്ടുപോയി? നിങ്ങൾ അടപടലം മൊത്തം എടുത്തുകൊണ്ട് പോകില്ലായിരുന്നു ചെയ്ത്. ഒരു രാജ്യം മുഴുവൻ എടുത്തുകൊണ്ട് അങ്ങ് പോയില്ലേ? എന്നിട്ട് ഇപ്പോഴും ചോറ് ഇവിടെയാണ്, കൂറ് അവിടാണ്. ആ സാധനം മൊത്തം മാരിക്കെട്ടിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ കഷത്തിൽ. അത് കൊണ്ടുപോകുന്നു, കുത്തബ് മീനാർ കൊണ്ടുവന്നു, താജ്മഹാൾ കൊണ്ടുവന്നു. കണ്ട സ്ത്രീകളുടെ ആഗ്രഹത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത സാധനങ്ങളുമായിട്ട് ഇന്ത്യക്ക് എന്ത് പ്രാധാന്യം? അത് ഇന്ത്യയിലുള്ളത് കൊണ്ട് എന്ത് പ്രാധാന്യം? അത് ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയായിരുന്നോ? വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നോ? അല്ലല്ലോ. അത് ഓരോരുത്തരും ഓരോരുടെ ഭാര്യമാർക്കും മറ്റുള്ളവർക്കും അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ സ്ഥാപനം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ അതിൽ അവകാശവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതും ഈ മുസ്ലിങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആൾക്കാരുണ്ടാക്കി എന്ന് പറയുന്ന പലതും അല്ല എന്നും പറഞ്ഞുകൊണ്ട് പലരും ചരിത്ര തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഈ 21-ന് മുമ്പ് ഒരു ലഹള ഉണ്ടാക്കിയിട്ടുണ്ട് 1851. അതിന് കുളത്തൂർ ലഹള എന്ന് പറയും. ആ ലഹളയിൽ നിങ്ങൾ എന്താ ചെയ്തത്? ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ് ഈ മതം മാറ്റ പരിപാടി. നിങ്ങൾ വാള് വെച്ച് മറ്റുള്ളവരെ വെട്ടിയും കുത്തിയും മതം മാറുന്ന പരിപാടി തുടങ്ങിയത് ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ? മുഹമ്മദിന്റെ കാലത്തെ ഉണ്ട്. അന്റെ പ്രവാചകനായ മുഹമ്മദിന്റെ കാലത്തെ തുടങ്ങിയത് തന്നെയാണ് ഇങ്ങോട്ടുള്ളത്. ഈ കുളത്തൂർ ലഹളയെ പറ്റി പറയുകയാണെങ്കിൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.
1851 ഉണ്ടായ മറ്റൊരു ലഹളയാണ് കുളത്തൂർ ലഹള എന്ന കുപ്രസിദ്ധി നേടിയ ലഹള. ഈ ലഹളയിൽ പല ഹിന്ദുക്കളെയും ലഹളക്കാർ കൊല്ലുകയും പല വീടുകളും നശിപ്പിക്കുകയും ചെയ്ത ശേഷം കുളത്തൂർ വാര്യരുടെ വാര്യത്തേക്ക് ഇവർ പുറപ്പെട്ടു. വാര്യർ ഒരു പള്ളി കെട്ടുന്ന കാര്യത്തിൽ എന്തോ വിരോധമായി ചിലത് പ്രവർത്തിച്ചിരുന്നു. ലഹളക്കാർ വാര്യത്തെത്തി സ്ത്രീകളോടും കുട്ടികളോടും വീട് വിട്ടുപോകാൻ പറഞ്ഞു. അവരും വാര്യരുടെ 2 അനന്തരവന്മാരും രക്ഷപ്പെട്ടു. മൂപ്പിൽ വാര്യർക്ക് 79 വയസ്സ് പ്രായമായിരുന്നു. അയാൾ ഒരു മുറിയിൽ അടച്ചിരിപ്പായി. അപ്പോഴേക്ക് അവിടുത്തുകാരായ ചില ഹിന്ദുക്കൾ ആ പ്രദേശക്കാരായ മാപ്പിളമാരെ ശരണം പ്രാപിച്ചു. മാപ്പിളമാർ 50 പേരോളം വാര്യത്തെത്തി. പക്ഷെ ഈ വന്നവരിൽ തന്നെ ചിലർ ലഹളക്കാരോട് കൂടിച്ചേർന്ന് വാര്യരെ ഉപദ്രവിക്കാൻ കൂടുകയാണ് ചെയ്തത്. വാര്യർ ചെറുപ്പം മുതൽക്ക് തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മാപ്പിളയായിരുന്നു. അയാൾ ഒളിച്ചിരുന്ന സ്ഥലം ലഹളക്കാർക്ക് കാണിച്ചു കൊടുത്തതും ലഹളക്കാർ പോയെന്ന് ഉപായം പറഞ്ഞ് വാര്യരെ പുറത്തു വരുത്തിയതും. വാര്യരെ അടുത്തുള്ള പാടത്തിട്ട് വെട്ടിക്കൊന്നു. കുളത്തൂർ വെച്ചുണ്ടായ ഈ സംഭവമാണ് മാപ്പിളമാരെ പറ്റി ഹിന്ദുക്കളുടെ മനസ്സിൽ അവിശ്വാസം ജനിപ്പിക്കുന്നതിന് പ്രധാനമായി സഹായിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട്? തക്കിയാടപാടെന്ന് പറയുന്ന പരിപാടി ഇതാണ്. വാര്യര് തന്നെ ചെറുപ്പം മുതൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു മാപ്പിള തന്നെയാണ് ആ വാര്യർ ഒളിച്ചിരുന്ന സ്ഥലം കാണിച്ചു കൊടുത്ത ലഹളക്കാര് പോയെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? പുള്ളിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ മനസ്സിലായോ? സ്നേഹിച്ചാ നക്കിക്കൊല്ലും, ഇല്ലേലും കുത്തിക്കൊല്ലും, മരണം ഉറപ്പാണ്. അത്രേ ഉള്ളൂ. ചിലവരെ പറ്റി പറയുന്നത് സ്നേഹിച്ചാൽ അവര് നക്കിക്കൊല്ലും, ഇല്ലേലും കുത്തിക്കൊള്ളും, മാപ്പിളയാണ്, മരണം ഉറപ്പാണ്. ഇത്രയുള്ള സംഭവം. അതിപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടില്ലാന്നേ. നിങ്ങൾ 1947 കാലഘട്ടത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ അതിനും നാളുകൾക്ക് മുമ്പേ നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഇനി ഈ 1921 ഈ ചേക്കുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ചേക്കുട്ടി അദ്ദേഹം ഒരു പോലീസ് ഇൻസ്പെക്ടറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെ ഇവർ ചെയ്തത് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തത് വളരെ മോശമായിട്ട്. ഇവരുടെ ജിഹാദ് എന്ന് പറയുന്നത് നിസ്സാര പരിപാടിയൊന്നുമല്ല. ചേക്കുട്ടിയോട് ചെയ്തതിനെ പറ്റി പറയുന്നത് എങ്ങനെയായിരുന്നു? തെക്കേ മലബാറിൽ വളരെ അറിയപ്പെട്ട ആളായിരുന്നു ചേക്കുട്ടി. ഗവൺമെന്റിന്റെ ശക്തമായി പിന്തുണച്ചിരുന്ന അയാൾക്ക് പോലീസ് ഇൻസ്പെക്ടർ എന്ന നിലയിൽ സേവനത്തിന്റെ അംഗീകാരമായി വിരമിച്ച ശേഷവും മുഴുവൻ ശമ്പളവും നൽകിയിരുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ചുവെങ്കിലും പോലീസ് യൂണിഫോം അണിയാൻ അയാൾക്ക് അനുമതി ഉണ്ടായിരുന്നു. തന്റെ വാൾ തുടർന്നും ഉപയോഗിക്കാനും അയാൾക്ക് സമ്മതം കിട്ടി. അധികാരികൾക്ക് വിശ്വസ്ത ആയതിനാൽ മാപ്പിളമാരും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധങ്ങൾ മോശമാകുമ്പോഴൊക്കെ അവർക്കിടയിൽ ചേക്കൂട്ടിയായിരുന്നു മധ്യസ്ഥം വഹിച്ചിരുന്നത്. ഗവൺമെന്റ് ആളായിരുന്നതിനാൽ മാപ്പിളമാരിൽ ഭൂരിപക്ഷം പേരും അയാളെ ബഹുമാനിക്കുകയും പേടിക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും മാപ്പിള തന്നെ ആക്രമിക്കാൻ ധൈര്യപ്പെടുമെന്ന് അയാൾ ഒരുപക്ഷെ ഒരിക്കലും സംശയിച്ചിട്ടില്ലായിരിക്കാം. കുഞ്ഞഹമ്മദ് ഹാജിയോടൊപ്പം കലാപക്കാർ വീട്ടിലെത്തിയപ്പോൾ അവരെ നേരിടുന്നതിൽ അയാൾക്ക് തെല്ലും അമ്പരപ്പില്ലായിരുന്നു. എന്നാൽ അവർ അയാളെ യാതൊരു ബഹുമാനവും നൽകാതെ വെടിവെച്ചു കൊല്ലുകയും തലയറത്ത് കുന്തത്തിൽ കുത്തി നാട്ടൊട്ടുക്ക് കൊണ്ടു നടക്കുകയും ചെയ്തു. ഞങ്ങളിത് ചെയ്തിട്ടില്ല അൻസാരി. മധ്യസ്ഥനായിട്ടിരിക്കുന്ന മനുഷ്യന്റെ തല വെട്ടി അത് കുന്തത്തിൽ കുത്തി നാട്ടിൽ മുഴുവനും കൊണ്ടു നടന്ന് ആ നാട്ടിലുള്ളവരെ ഭയപ്പെടുത്തുന്ന പരിപാടി ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നില്ല. അത് ആഗോള ക്രൈസ്തവരോടുള്ള ഒരു ചോദ്യമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് ക്രൈസ്തവനോടും ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ തരുന്നത്. ഞങ്ങൾ ഇങ്ങനെ മധ്യസ്ഥം ഇരിക്കുന്ന ഒരു മനുഷ്യനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റും മാപ്പിളമാരും തമ്മിലുള്ള ബന്ധങ്ങൾ മോശമാകുന്ന സമയത്ത് മധ്യസ്ഥനായിട്ടിരിക്കുന്ന മനുഷ്യന്റെ വീട്ടിൽ ചെന്നിട്ട് അവന്റെ തല വെട്ടിയെടുത്ത് അയാളുടെ തല വെട്ടിയെടുത്ത് കുന്തത്തിൽ കുത്തി കൊണ്ടേ നടന്ന് നാട് നീളം നടന്ന പരിപാടി ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾ ചെയ്തു. എന്തിന്റെ പേരിൽ? സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ കിടന്നു നിങ്ങൾ ചെയ്ത് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണിത്. ഞങ്ങൾ ചെയ്തതല്ല. മനസ്സിലായോ? അൻസാരി ഇതൊക്കെ ഒന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അൻസാരി. ആ തലയെക്കെട്ട് എന്തൊക്കെയാണല്ലോ അഴിച്ചു വെച്ചല്ലോ. അഴിച്ചു വെച്ചതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഴിച്ചു വെച്ചിട്ട് തലയെക്കെട്ട് അഴിച്ചു വെച്ചിട്ട് തലയെക്കെട്ട് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തും പറയാവുന്നതാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത്
അപ്പൊ അത് അഴിച്ചു വെച്ച സ്ഥിതിക്ക് അതെടുത്ത് തലയെ വെക്കാതെ തന്നെ ഇരുന്നുകൊണ്ട് ചില പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കണം. എപ്പോഴും ഈ ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? അർത്ഥമറിയാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല. അതൊക്കെ ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പൊ ജനങ്ങളിലൊക്കെ ഇഷ്ടം പോലെ നിങ്ങളുടെ പരിഭാഷപ്പെടുത്തിയ സുന്നികളൊക്കെ തന്നെ പരിഭാഷപ്പെടുത്തിയ തഫ്സീർ അടക്കം പുസ്തകങ്ങൾ കിട്ടിത്തുടങ്ങി. അതൊക്കെ കിട്ടിത്തുടങ്ങിയപ്പോ ഇസ്ലാം എന്താണെന്ന് മുഹമ്മദ് എന്താണെന്ന് നിങ്ങൾ ഉയർത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇടിഞ്ഞ് താഴെ പോകാൻ തുടങ്ങി. നിങ്ങൾ അത് മനസ്സിലാക്കണം. കേട്ടോ? ഇനി ഈ നിങ്ങൾ പറയുന്നുണ്ടല്ലോ വളരെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഹാലി മുസ്ലിയാരും ഈ ഇദ്ദേഹമൊക്കെ ഭയങ്കരമായിട്ട് കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രവർത്തിച്ചു. അവരുടെ പ്രവർത്തനത്തിന്റെ ശൈലി ഒന്ന് കേട്ടു നോക്കാം കേട്ടോ. ആലി മുസ്ലിയാരെ പോലുള്ള ആളുകളാൽ നയിക്കപ്പെട്ട തീവ്രവാദികൾ എന്ന് വിളിക്കാവുന്ന മാപ്പിളമാർ ഏറ്റവും ചുരുങ്ങിയത് അവരിൽ ഒരു വിഭാഗമെങ്കിലും ഈ ഭരണ സമ്പ്രദായത്തെ ആവശ്യമെങ്കിൽ അക്രമം ഉപയോഗിച്ചു പോലും എതിർക്കുകയും ഇസ്ലാമിക ആശയങ്ങളുമായി കൂടുതൽ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു വ്യവസ്ഥ സ്ഥാപിക്കുകയും ചെയ്യേണ്ടത് തങ്ങളുടെ ചുമതലയാണെന്ന് കരുതിയതുകൊണ്ടുകൂടിയാണെന്നും നേരത്തെ പറഞ്ഞുവല്ലോ. തുടക്കം മുതൽ കലാപക്കാർ ഒത്തുകൂടാനുള്ള കേന്ദ്രങ്ങളായി ഉപയോഗിച്ചത് പള്ളികളാണ്. തക്ബീർ ആയിരുന്നു പോരാട്ടവേളയിൽ യുദ്ധത്തിനുള്ള ആഹ്വാനം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ള നേതാക്കന്മാർക്ക് പോലും ചെമ്പ്രശ്ശേരി തങ്ങൾ തുടങ്ങിയ മതപരിവേഷമുള്ള വ്യക്തികളെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാനായിരുന്നു വാസന. സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ഹിന്ദുക്കൾക്ക് പോലും പൊതുവിൽ കലാപത്തിൽ ചേരുന്നതിന് അനുകൂലമായി ചായ്വ് ഉണ്ടായിരുന്നില്ല. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് മതമോദരമായിരുന്നു കലാപത്തിന്റെ പ്രചോദക ശക്തി എന്നാണ്. കലാപത്തിന്റെ പ്രധാനമായിട്ടുള്ള ആവശ്യം അവിടെ ഉന്നയിക്കുന്ന വേറെ ഒന്നുമില്ല, മതബോധനം എന്ന് തന്നെയായിരുന്നു. നിങ്ങളുടെ മതം എന്താണെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത് നിങ്ങൾ ആ ദേശത്ത് ആ സമയത്ത് വാള് വെച്ച് വിജയിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഏറ്റവും നല്ല കവിയായിട്ടുള്ള അദ്ദേഹം തന്നെ പറയുന്നത്, ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിരിക്കുന്ന മുസ്ലിങ്ങളെ ഭയപ്പെടുന്ന കണ്ണുകളാണ് ഞാനവിടെ കണ്ടത്. കാര്യം മനസ്സിലായോ? ഈ കലാപക്കാർക്ക് ഒത്തുകൂടാൻ വേണ്ടി പള്ളികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മാറാട് കലാപമൊക്കെ അറിയാമല്ലോ, പള്ളികളിൽ നിന്നാണല്ലോ വാളുമൊക്കെ പിടിച്ചെടുത്തത്. അല്ല, ഈ സ്വാതന്ത്ര്യ സമരമാണ് നടത്തിയതെന്നുണ്ടെങ്കിൽ തക്ബീർ എന്തിനായിരുന്നു അവിടെ ഉപയോഗിച്ചത്? സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി തക്ബീർ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഗാന്ധിജി കുരിശ്, ഗാന്ധിജിയാണല്ലോ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുന്നിട്ട് നിന്നത്. എവിടെയെങ്കിലും കുരിശ് വരച്ചുകൊണ്ട് നടന്നോ? അച്ഛന്മാരുടെ കുപ്പായം ഇട്ടുകൊണ്ട് നടന്നോ? ഉസ്താക്കന്മാരുടെ തൊപ്പിയും വെച്ച് അല്ലെങ്കിൽ കുപ്പായം ഇട്ടുകൊണ്ട് നടന്നോ? അല്ലെങ്കിൽ നമ്പൂതിരിയെ പോലെ പൂണൂലിട്ടുകൊണ്ട് നടന്നോ? ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ പറയുന്നത് ഇത് സ്വാതന്ത്ര്യ സമരമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ അകത്ത് അവിടെ തക്ബീർ എന്താ തക്ബീർ പിടിച്ചുകൊണ്ടുള്ള പരിപാടി? എന്തിനാണ് അൻസാരി നിങ്ങൾ ഇങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെ ഈ ചരിത്രങ്ങൾ പിന്നെ എടുത്ത് അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്ന രീതിയിൽ ഇട്ടിരുന്നത്? 1921 മാപ്പിള ലഹളയില് ഹിന്ദുക്കളെ കൊല്ലലും അവരുടെ സ്വത്ത് കൊള്ള ചെയ്യലും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തലും വീടുകളും ക്ഷേത്രങ്ങളും കൊള്ളയടക്കലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പലരെയും നിർബന്ധിച്ച് ഇസ്ലാം മതം സ്വീകരിപ്പിക്കൽ മാത്രമാണെന്ന് അനുഭവത്തിനായിട്ടുള്ളവർ പറയുകയാണ്. അക്രമികത്തിന് ഇരയായിട്ടുള്ളവര് ഏറിയ ആൾക്കാരും പാവപ്പെട്ടവരായിരുന്നു. മനസ്സിലായോ? അതിന് പല കത്തുകളും ഉണ്ട്. പല കത്തുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ജീവിച്ചിരുന്നവർ അന്നത്തെ ഗവൺമെന്റിന് വേണ്ടി സമർപ്പിച്ച കത്തുകളൊക്കെ ഇപ്പോഴും നമുക്ക് കിട്ടും. അതൊക്കെ കുറച്ച് തപ്പിക്കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിലും കുറച്ച് കിടപ്പുണ്ട്. അത്തരം കത്തുകളൊക്കെ വളരെ പ്രയോജനകരമായിട്ട് തന്നെ ഇന്നത്തെ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 1921 ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത് സ്ത്രീകൾ ഉൾപ്പെടെ പലരെയും മാനഭംഗപ്പെടുത്തുകയും മതം മാറ്റം ചെയ്തതിനുള്ള തെളിവുകളായിട്ട് ഇന്നും കൊണ്ടുപോയി നടക്കുന്നുണ്ട്. അതിലെ ചില അനുഭവങ്ങളോട് അൻസാരി ഒന്ന് കേട്ടു നോക്കാം. ശരിയല്ലേ? ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, നിങ്ങൾ ചെയ്തത് കേട്ടോ. ഈ എളോപ്രക്കുന്നിന്മേൽ നാണുനായർ പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെയാണ്: എന്റെ അച്ഛനായ കൃഷ്ണൻ നായർ എടക്കാട്ട് എന്നിവരെ കോളോത്ത് എന്ന സ്ഥലത്ത് വെച്ച് നെല്ല് കൊയ്തു മടങ്ങി വരുമ്പോൾ മുസ്ലിങ്ങൾ പിടിച്ചുകൊണ്ടു പോവുകയും ജീവനോടെ തന്നെ തൊലി ഉരുകയും അതിൽ പിന്നെ ഓരോ ഭാഗങ്ങളും അരിഞ്ഞു കൊല്ലുകയുമാണ് ചെയ്തത്. കൂടാതെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ 2 ആൾക്കാരുടെയും കഴുത്തു വെട്ടുകയും ചെയ്തു. അന്ന് അച്ഛന് ഞാനും ഒരു അനിയനും ഒരു പെങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛന്റെ മരണശേഷം പിന്നെയും മുസ്ലിങ്ങൾ ഞങ്ങളെയും ആക്രമിക്കാൻ വേണ്ടി വീട്ടിൽ എത്തുകയും വീട് വളയുകയും ചെയ്തപ്പോൾ ഞാനും കുടുംബവും ഓടി രക്ഷപ്പെടുകയും
വീട്ടിൽ നിന്നും ഏതാണ്ട് 5 മൈലോളം ദൂരമുള്ള പടിക്കൽ കേളുനായരുടെ വീട്ടിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. 9 മാസത്തിനു ശേഷം ലഹള കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീട്ടിലും പറമ്പിലുമുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഇത് ഇത്തരമൊക്കെ അനുഭവങ്ങൾ എഴുതിയ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അല്ല, ഈ സ്വാതന്ത്ര്യ സമരമാണെന്നുണ്ടെങ്കിൽ ജീവനോടെ തന്നെ തൊലി ഉരിക്കാനൊക്കെ എവിടെയാണ് ഗാന്ധിജി പറഞ്ഞത്? ജീവനോടെ തൊലി ഉരിക്കാന്ന് വെച്ചാൽ മനുഷ്യൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോ ഉണ്ടല്ലോ, കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ ഈ പുസ്തകമൊക്കെ അങ്ങ് അടച്ചു നോക്കുകയോ, എന്റെ ദൈവമേ, ഇത് എന്ത് ക്രൂരതയാണ് ചെയ്തത്. ജീവനോടെ അന്ന് വരെ തമ്മിൽ സഹകരിച്ച് നടന്ന മനുഷ്യരെ, ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുന്ന ഇവരുടെ തക്കിയിൽ വിശ്വസിച്ച് നടന്ന മനുഷ്യരെ പിടിച്ചിട്ട് ജീവനോടെ തൊലി ഉരിച്ച് കളയുന്ന പരിപാടി ഒന്നും ക്രിസ്ത്യാനികൾ ചെയ്തിട്ടില്ല. അൻസാരി, നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ മതക്കാര് ചെയ്തു, അൻസാരിയുടെ കൂട്ടത്തിലുള്ള പൂർവികരായിട്ടുള്ള മതക്കാര് ചെയ്തു. ശരിയല്ല അൻസാരി? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അൻസാരിയെ പോലുള്ളവര് അതിന് ആഹ്വാനം ചിലപ്പോൾ കൊടുക്കുകയും ചെയ്യും. പറയാൻ പറ്റുമല്ലോ. ജീവനോടെ തന്നെ തൊലി ഉരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനെ അന്ന് വരെ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യരായിരിക്കാം. ശരിയല്ലേ? ഇന്നിപ്പോ ഫോണിലൂടെയുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ ആയതിനേക്കാൾ ഏറ്റവും വലിയ സൗഹൃദമായിരുന്നു അന്നത്തെ കാലത്ത്. വീട്ടുപേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ജീവനോട് പിടിച്ചിട്ടേ തൊലി ഉരിച്ച് കളയുക എന്ന് വെച്ച്. തീർന്നില്ല കേട്ടോ, ഇനിയുണ്ട്. മണിയൻതൊടി ചങ്ങരു തിരിയങ്കര വീട് PO ഊരകം മേൽമുറി മലപ്പുറം 22/10/1973 കൊടുത്തിരിക്കുന്ന ഇതാണ്. 1921 ലഹളയിൽ എന്നെ വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയും കൂട്ടരും പിടിച്ചുകൊണ്ടുപോയി. മതം മാറാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. മതം മാറാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ ശിങ്കാരത്ത് ഗോവിന്ദൻ നായർ, കല്ലിങ്കൽ തൊടിയിൽ ഇട്ടിച്ചിരയമ്മ മകൾ മാധവിയമ്മയുടെ ഭർത്താവ് പിരിയാത്ത് ഉപ്പൻകുട്ടി നായർ എന്നിവരെ ഊരകം മലയുടെ പടിഞ്ഞാറ് താഴ്വരയായ കിളരക്കോട്ട് വെച്ച് തലവെട്ടി കിണറ്റിലിട്ടു. ഇവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് വേർതിരിച്ചു കൊണ്ടുപോയത്. ഞങ്ങൾ പിന്നീട് മാപ്പിളമാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് മലപ്പുറത്ത് അഭയം പ്രാപിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളെ, മതം മാറാൻ വേണ്ടി പോയിരിക്കുന്നല്ലേ അൻസാരി? സ്വാതന്ത്ര്യ സമര സേനാനിയെ മതം മാറ്റാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുക. അതെന്തേ? ഗാന്ധിജി അങ്ങനെ മതം മാറ്റാനായിരുന്നെങ്കിൽ എത്രയോ ആൾക്കാരെ മാറ്റിക്കൊണ്ടു പോകണമായിരുന്നു. അതിനിടയ്ക്ക് നിങ്ങൾ തക്കിയെ കാണിച്ച് പുള്ളിയുടെ മൂത്ത മോനെ ഇസ്ലാമുമാക്കി. അത് വേറൊരു വശം. അതുകൊണ്ട് ഗാന്ധിജി പറയേണ്ട കാര്യം പത്രപ്രസ്താവനയിലൂടെ പറയുകയും ചെയ്തു. അല്ല, ഇതൊന്ന് പറഞ്ഞേ. ഈ മതം മാറാൻ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും വെട്ടി, മതം മാറാം എന്ന് പറഞ്ഞപ്പോഴത്തേനും അവരെ ഉപദ്രവിച്ചുമില്ല. ഞങ്ങൾ എവിടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽ നടക്കുകയായിരുന്നു. ഈ കൂട്ടത്തിൽ നടന്ന സമയത്ത് പിടിച്ച് നീ ക്രിസ്ത്യാനി ആകില്ലെന്നുണ്ടെങ്കിൽ നിന്റെ തല വെട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ആകാത്തവരെ കൊണ്ട് ഏതെങ്കിലും മലയുടെ താഴ്വരയിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വെട്ടിക്കൊന്ന് കിണറ്റിലിട്ടായിട്ട്. നിങ്ങളും ഈ കിണറുമായിട്ട് ഭയങ്കര ബന്ധമല്ലേ? മുഹമ്മദ് പിന്നെ കിണറ്റി തല വെട്ടിയിട്ട് ഇന്നവന്റെ മകൾ ഇന്നവനെ എന്നൊക്കെ വിളിച്ച് നടന്നുകൊണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോഴത്തേനും പിന്നെ കുഴപ്പമില്ല. ശരിയല്ലേ? സമ്മതിക്കണം. എന്നിട്ട് പറയാ നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലാന്നേ. ഞങ്ങൾ ഇങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? ഇത് ചെയ്തു. ഇനി അടുത്തത് കൊൽക്കോത്ത് ഉണ്ണിക്കുമാരൻ നായർ. അദ്ദേഹത്തിന്റെ അനുഭവം എന്താണെന്നറിയോ? എന്റെ പ്രദേശമായ പൊണ്ണക്കാട്ട് പുത്തൂർ എന്ന സ്ഥലത്ത് 1907 തുലാമാസത്തിലാണ് ലഹള വന്നത്. അതിൽ എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ അയൽവാസികളിൽപ്പെട്ടവരുമായ അനവധി ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ വെട്ടിക്കൊല്ലുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പരിതസ്ഥിതിയിൽ ഞാനും കുടുംബവും എന്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് 20 മൈലോളം അകലെയുള്ള കോഴിക്കോട് പുതിയറ എന്ന സ്ഥലത്ത് തെരേരുകണ്ടിയിൽ എന്ന വീട്ടിൽ അഭയം പ്രാപിച്ചു. ഞങ്ങളുടെ ഈ ഭയനോട്ടത്തിൽ സ്വന്തം പെങ്ങന്മാരായ നാരായണിയമ്മ, കല്യാണിയമ്മ എന്നിവരും പങ്കെടുത്തിരുന്നു. ഈ കലാപം ഇവിടെ 9 മാസത്തോളം നീണ്ടു നിൽക്കുകയും അതിൽ പിന്നെ ഞങ്ങൾ മടങ്ങിയെത്തിയപ്പോൾ എനിക്ക് അവകാശപ്പെട്ടതും എന്റെ സ്വന്തം വീട്ടിൽ ഉള്ളതുമായ പലതും എനിക്ക് എന്തെന്നൊക്കെയുമായി നഷ്ടം വരികയും ചെയ്തിരുന്നു. അല്ല അൻസാരി, ഞങ്ങൾ ഇങ്ങനെ ചെയ്തോ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ
1921 ഏതേലും ഒരു ക്രിസ്ത്യാനി പോയിട്ട് അപ്പുറത്തെ കുടുംബത്തിൽപ്പെട്ടവരെ ഇപ്പുറത്തെ കുടുംബത്തിൽപ്പെട്ടവരെയും വെട്ടിക്കൊന്ന് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം പിടിച്ചിട്ടില്ല കേട്ടോ. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം ഞങ്ങൾ പിടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ കാല് നക്കിയും തല ഒഴിഞ്ഞു കൊടുത്തും ഭക്ഷണം വെച്ചു കൊടുത്തും പാചക പരിപാടി ചെയ്തു കൊടുത്തും ഒരു രാജ്യം സ്ഥാപിച്ച് ഞങ്ങൾ പോയിട്ടില്ല. ഒരു പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടില്ല. ഒരു ജില്ല ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഗ്രാമം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നിങ്ങളല്ലേ അത് ഉണ്ടാക്കിക്കൊണ്ട് പോയത്. കൂറ് ഇവിടെയും ചോറ് അവിടെയാണെങ്കിലും കുഴപ്പമില്ല. അടുത്തത് CP ബാലകൃഷ്ണൻ നായർ, വാക്കാട വീട്, തുക്കളം. ഇവിടെ ശിവക്ഷേത്രങ്ങളിൽ ലഹളക്കാർ കടന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് പൂജാ സാമാനങ്ങളും ശിവൻ മുൻപിൽ പ്രതിഷ്ഠിച്ച കരിങ്കല്ല് കൊണ്ടുള്ള കാളയും ഗണപതി വിഗ്രഹവും ഓടുകൾ മുതലായവയും തച്ചുപൊളിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പൂജാ സാമാനങ്ങളെല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. ഇല്ല, പപ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ കയ്പ് ശരിയല്ലേ അൻസാരി? ഈ പപ്സും സമൂസയൊക്കെ എടുത്തുകൊണ്ട് പോയതേ ഓർക്കുന്നുണ്ടോ? ഇല്ലായിരിക്കും അല്ലേ? ചെല്ലുന്ന സ്ഥലത്ത് എല്ലാം നിങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുമല്ലേ? ഈ പൂജാ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി ആ കറുത്ത കല്ലിനെ പൂജിക്കാനോ? അന്ത്യനാളിൽ അള്ളാഹുവിന്റെ വലങ്കൈയാണല്ലോ, ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ വലങ്കൈയാണല്ലോ കറുത്ത കല്ല്. ആ കറുത്ത കല്ലും വെച്ചുകൊണ്ട് ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹാരാധന നടത്തുന്ന നിങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ വിഗ്രഹത്തെ നശിപ്പിക്കുന്നു. ഗണപതി വിഗ്രഹങ്ങളെ നശിപ്പിക്കുന്നു. ഓടുകളെല്ലാം തച്ചു പൊളിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. പൂജാ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയത് എന്തിനാണെന്ന് ഒരു പിടുത്തമില്ല. എന്തിനായിരിക്കും അൻസാരി? അൻസാരിക്ക് ഭയങ്കര ജ്ഞാന ദൃഷ്ടിയൊക്കെ ഉണ്ടെന്നില്ല. അൻസാരിക്ക് ഒരു കുന്തം അറിയത്തില്ല. ദൃശ്യം സിനിമയെ പറ്റി പറഞ്ഞ് അൻസാരിയുടെ ഏറ്റവും വലിയ ഉയർന്ന ഒരു ചിന്താഗതിയാണ്. ആ ദൃശ്യം സിനിമയെ പറ്റി പറഞ്ഞില്ലേ, ദൃശ്യം മോഡൽ. ഞാൻ സിനിമയുടെ പേരൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞ അത് വലിയൊരു സംഭവം ഇപ്പൊ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അത്? അത് കേൾക്കണം, രസമാ. ഇനി അടുത്തത് പത്മനാഭൻ അധികാരി, പുത്തൂർ. മാപ്പിളമാർ എല്ലാ വീടുകളും ചിട്ടയോടുകൂടി കൊള്ള ചെയ്തു. ആ ഗ്രാമങ്ങളിലും പരിസരത്തിലുമുള്ള 12ഓളം ക്ഷേത്രങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു. വിഗ്രഹങ്ങൾ തച്ചുടച്ചു. എന്റെ 4 ബന്ധുക്കളെയും 3 ചെറുമക്കളെയും മാപ്പിളമാർ പിടിച്ചു വധിച്ചു. ആ അംശത്തിൽ 300-ൽ കുറയാതെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 കിണറുകൾ മുഴുവനായും 1 കിണർ ഭാഗികമായും ശവങ്ങളെ കൊണ്ട് നിറച്ചു. തീയ സ്ത്രീകളോട് ചെയ്ത അക്രമങ്ങൾ വിവരിക്കുവാൻ അസാധ്യമാണ്. ഭർത്താവോടൊപ്പം ഒരു സ്ത്രീയെ പിടിച്ചു. ഭർത്താവിനെ കൊല്ലുകയും ഭാര്യയെ മാനഭംഗപ്പെടുത്തുകയും ചെയ്തു. ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അൻസാരി. ഞങ്ങൾ ഇത് ചെയ്തിട്ടേയില്ല. മനസ്സിലായോ? ഞങ്ങൾ പോയിട്ട് കിണർ നിറക്കിയ 2 കിണറുകൾ മുഴുവനായി 1 കിണർ ഭാഗ്യമായിട്ടൊന്നും ഒരു മനുഷ്യനെയും വെട്ടിക്കൊന്ന് കിണറ്റിൽ ഇട്ടിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരില്. നിങ്ങളിപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾ ചെയ്തതല്ല. ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുകയുമില്ല. മനസ്സിലായോ? ഞങ്ങൾ ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നവരാണ്. അത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റൂ. പക്ഷെ താങ്കളുടെ കൂട്ടത്തിലുള്ളവരോ ഞെളിഞ്ഞിരുന്ന് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താ ചെയ്തതെന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ വഴിക്ക് വന്നാൽ ഇനി ഇതേപോലെ ചരിത്രങ്ങൾ എടുത്തിട്ട് ഞാൻ കണ്ടമൊഴി ഓടിക്കും. മനസ്സിലായ? അൻസാരിയോടാ പറയുന്നത്. അൻസാരിയെ പോലുള്ള ഇത്തരം ജിഹാദികളോട് തന്നെയാണ് പറയുന്നത്. ഇനി ആവശ്യമില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ക്രിസ്ത്യാനികളെ പറ്റി വെറും ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചുകൊണ്ട് വന്നാൽ ഇനിയും ചരിത്രങ്ങൾ എടുത്തിടും. നിങ്ങൾ ഈ കേരളത്തിൽ ചെയ്തത് മനസ്സിലായോ? ഈ കേരളത്തിൽ ചെയ്തത് മാത്രം മതി. കേരളത്തിൽ ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരും പലരും കുന്തിരിക്കൊക്കെ മേടിച്ചു വെക്കാൻ പറഞ്ഞുകൊണ്ട് ജാഥ നയിച്ചു പോയപ്പോഴത്തേന് അതിനെ നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് വന്ന ആളല്ലേ. നിങ്ങളോട് പറഞ്ഞു ഇനി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇനിയും ചരിത്രം എടുത്തിടും. നാണം കെട്ട ചരിത്രങ്ങൾ വാരിയിടും. കേട്ടല്ലോ? അത് മറക്കാതിരിക്കുക ഏറ്റവും നല്ലതായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ മുഹമ്മദിന്റെ കാലഘട്ടം മുതൽ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്തിട്ടുള്ള ചരിത്രങ്ങളെ മുഴുവനും വാരി വലിച്ചിട്ട് ഇതേപോലെ തെളിവുകൾ നിരത്തിക്കൊണ്ട് സംസാരിക്കാൻ കഴിവുള്ള ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല എന്നും പറഞ്ഞുകൊണ്ട് MM അക്ബറിനെ പോലുള്ള കുറെ ആൾക്കാർ സ്റ്റേജ് വലിച്ചു കെട്ടിയപ്പോ എല്ലാത്തിനും കുട പിടിച്ചുകൊണ്ട് പോയതാണ്. ഇപ്പൊ എന്ത് ചെയ്യും? ആശാൻ എന്ത് ചെയ്യും? ആശാൻ കണ്ടം വഴി ഓടി. നിങ്ങളെല്ലാം ഇട്ടിട്ട് ഓടി. നിങ്ങളെ ഒന്നും ഇനി പിടിച്ചാൽ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ എയറും കഴിഞ്ഞ് സ്പേസും കഴിഞ്ഞ് അതിനപ്പുറവും കഴിഞ്ഞ് നിൽക്കുകയാണ് ഇസ്ലാം എന്ന് പറയുന്നത്.
ഈ കേരളത്തിൽ തന്നെ, ലോകവ്യാപകമായിട്ട് വേറെ. പിന്നെ അക്രമത്തിലൂടെ കുറെ എണ്ണം നിങ്ങൾ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു. എവിടെ നിങ്ങൾക്ക് വളർച്ച? പടവലങ്ങാണ് വളർച്ച കുറെ കീഴ്പോട്ടാണ്, അല്ല മുകളിലേക്കല്ല. നിങ്ങളുടെ ഇസ്ലാം എന്ന് പറയുന്നതൊക്കെ പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. ഒരു മനുഷ്യനോട് ഇപ്പൊ മുഹമ്മദിന്റെ പറ്റി ഒരാൾ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് പറയാൻ ഒരു 10 നന്മ പോലും ഇല്ല. അതാണ് എം അക്ബർ തന്നെ പറയും, ഒരാൾ ശഹാദത്ത് കലിമ ചൊല്ലാൻ വേണ്ടി തയ്യാറായിട്ട് വന്നതാണ്, പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ കുറച്ചുകൂടെ പഠിക്കട്ടെന്ന് പറഞ്ഞു പിന്മാറിപ്പോയി. മനസ്സിലായോ? നിങ്ങൾ മൂടി വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലതും വലുതാണെന്ന് നിങ്ങൾക്ക് ധാരണയായിരുന്നു. അത് ജനങ്ങളിലേക്ക് തുറന്നെത്തിയപ്പോഴത്തേനും നിങ്ങൾ നാണം കെട്ടുപോയി. അതുകൊണ്ട് ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എന്താണ് 1921 ചെയ്തത് അൻസാരി? ഭൂരിപക്ഷമായിരുന്ന നിർഭാഗ്യവാന്മാരായി ഹിന്ദുക്കളായവരെ കൂട്ടക്കൊലയും നിർബന്ധ മതം മാറ്റവും ചെയ്ത് ക്ഷേത്രങ്ങളും അശുദ്ധമാക്കി, സ്ത്രീകളെ നിന്ദ്യമാക്കി, മാനഭംഗപ്പെടുത്തി, ഗ്രഹങ്ങൾ മുഴുവനും കൊള്ളയടിച്ച്, തീ വെച്ച് നശിപ്പിച്ച്, ചുട്ട് കരിച്ച് കളഞ്ഞ പല ജന്മങ്ങളും ജീവനോടെ നിർത്തി അവരുടെ ശരീരത്തെ ഉരിഞ്ഞ്, ഇത്തരം ചുരുക്കി പറഞ്ഞാൽ കിരാതവും മൃഗീയമായ രീതിയിൽ നിങ്ങൾ നടത്തി ഈ പണി ഞങ്ങൾ നടത്തിയിട്ടില്ല അൻസാരി. കാര്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഇനി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി കഷത്തിന്റെ അകത്ത് ഓരോ സാധനങ്ങൾ കയറ്റി അന്റെ കഷത്തിൽ കൊള്ളുന്നതൊക്കെ ഉള്ളു. അന്നേരം നിങ്ങളുടെ മുസ്ലിങ്ങളായിട്ടുള്ള നേതാക്കന്മാർ ഉണ്ടാക്കി വെച്ചതല്ലേ. അന്റെ കഷത്തിൽ കുറെ കഷത്തിലേക്ക് കുറെ കയറ്റി വെച്ചിട്ട് പോകുന്നുണ്ടല്ലോ. കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച താജ്മഹാളും കുന്തും ഒക്കെ എടുത്ത് അന്റെ കഷത്തിൽ കൊള്ളുന്ന ഒരു താജ്മഹാള്, അന്റെ കഷത്തിൽ കൊള്ളുന്ന ഒരു കൊത്തു, ഇത്രേ ഉള്ളൂ. പോകാൻ പറഞ്ഞ പുള്ളി വേറെ ആരോടോ പറഞ്ഞ കാര്യത്തിന്മേൽ ആശയം പ്രകാരം പറഞ്ഞിട്ട് കാര്യത്തിൽ ഉടനെ ബസ്സങ്ങ് എടുക്കുക, പോവാണ്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാ പുള്ളി. എന്നിട്ട് എന്തിനാ ജസ്വഹിന്ദിന് വേണ്ടി അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യണ്ടേ? അതിനു വേണ്ടിയാണ്. അവിടെ ഈമാനൊക്കെ ആയിട്ട് ചെല്ല് കേട്ടോ, തലയിലെ തൊപ്പി ഊരി വെക്കണ്ട, അതുമായിട്ട് അങ്ങ് പൊക്കോ. ഓ, ഇത്രയും കിരാതമായിട്ടുള്ള പ്രവൃത്തികൾ 1921 സ്വാതന്ത്ര്യ സമരവും ഇതുമായിട്ട് വലിയ ദീർഘദൂരമൊന്നുമില്ല. ആ സമയത്ത് ചെയ്തു കൂട്ടിയ നിങ്ങൾ വന്നിട്ട് ഇതൊന്നും ചെയ്യാത്ത ഞങ്ങളോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ചെയ്തേന്ന്. മനസ്സിലായോ? ഭയപ്പെട്ട് ജീവിച്ച മനുഷ്യരായിരുന്നു അവിടെ ഉള്ളവര്, ഭയപ്പെട്ട് ജീവിച്ചവര്. എന്നിട്ട് പറയാം ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോട് ചേർന്ന്. ഇപ്പൊ നിങ്ങൾ എവിടെ ആണ്? ഞങ്ങള് തോളോട് തോട് ചേർന്ന് ഇന്നവരെയാണ് ഇതേപോലെ വെട്ടി 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 നാശമാക്കിയത്. സ്വന്തം വീട്ടിൽ ഉച്ച വരെ ഇന്ന് പണിയെടുത്തവൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും മാപ്പിളയായിട്ട് വന്ന് മാപ്പിളമാരുമായിട്ട് വന്നിട്ട് പുള്ളിയോട് വടം ചോദിച്ച ചരിത്രമൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കരുതിയവര് വന്നിരുന്നിട്ട് ഒരു മനുഷ്യനെ തൊലി ഉരിച്ചതുപോലെ ഞങ്ങൾ ചെയ്തിട്ടില്ല അൻസാരി. പിന്നെ നിങ്ങളൊക്കെ പല രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നത്. EMS നമ്പൂരിപ്പാടിനെ അറിയോ? EMS ലഹള കാരണം നാട് വിടേണ്ടി വന്ന വ്യക്തിയാണ് അദ്ദേഹം. ഏത്? 21 ലഹള കാരണം. പിന്നീട് അത് പുള്ളിയൊക്കെ മാറ്റി പറഞ്ഞു. എങ്കിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ജീവിതാനുഭവം ഉണ്ടല്ലോ, അതൊന്ന് കേട്ടു നോക്കണ്ടേ? അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, മലബാറിൽ പൊതുവെ ഞങ്ങളുടെ പ്രദേശമായ വള്ളുവനാട് താലൂക്കിൽ പ്രത്യേകിച്ചും മാപ്പിളമാർ ഇളകിയ വശായി. ലഹള തുടങ്ങി 4-5 ദിവസം ഞങ്ങൾ എറണാകുളത്ത് തന്നെ താമസിച്ചു. ആ ദിവസങ്ങളിലൊന്നും അവിടങ്ങളിൽ യാതൊരു അക്രമവും നടന്നിരുന്നില്ല. പക്ഷെ പലയിടത്തും അക്രമം നടക്കുന്നുണ്ടെന്ന് സംസാരമുണ്ടായിരുന്നു. ഇവിടെയും നടക്കുമെന്ന് ഭയവും. അതുകൊണ്ട് ലഹളക്കാർ വന്ന് കുഴപ്പമുണ്ടാക്കാതിരിക്കുന്നതിന് ഞങ്ങളുടെ പടിക്കൽ സ്ഥിരമായി കാവൽ ഏർപ്പെടുത്തി. ഈ കാവൽക്കാർ തന്നെ മാപ്പിളമാരായിരുന്നു. ക്രമേണ ലഹള കുറയുന്നതിന് പകരം പരക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പരക്കാൻ തുടങ്ങി. ഇന്ന സ്ഥലത്ത് പാലം പൊളിച്ചു, താലൂക്ക് കച്ചേരി കയ്യേറി, നെല്ലും പണവും ചോദിക്കുകയും ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്തു. ഇതൊക്കെയാണ് കേൾക്കുന്ന കഥകൾ. ഈ സാഹചര്യത്തിൽ എത്ര കാവലുണ്ടെങ്കിലും സ്ത്രീകളും കുട്ടികളും കുറച്ചു ദിവസം മാറി താമസിക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചു. ഒരു ദിവസം രാവിലെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടത്. പുഴ കടന്ന് 7-8 മൈൽ ദൂരെയുള്ള ഷൊർണൂർക്ക് പോകുകയാണ്. ഉച്ചയൂണിന് വല്ലപ്പുഴയിലുള്ള അമ്മയുടെ ഗൃഹത്തിൽ കയറി ഊണ് കഴിഞ്ഞു ഷൊർണൂർക്ക് നടന്നു. ഈ വഴിക്കെല്ലാം ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായവരെ കാണാമായിരുന്നു. അവർ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അവസാനം ഷൊർണൂരിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ലഹളയെക്കുറിച്ച് ബോധമുണ്ടാക്കിയത്. റെയിൽവേ സ്റ്റേഷന്റെ മുഖ്യ സ്ഥാനങ്ങളിലെല്ലാം വെള്ളപ്പട്ടാളക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ കാവലിന് നിരത്തപ്പെട്ടിട്ടുള്ള ഇവർക്ക് പുറമെ ലഹളക്കാരെ അമർക്കാൻ തയ്യാറായി നിൽക്കുന്ന പട്ടാള വിഭാഗക്കാരും അവിടെയുണ്ട്. ബ്രിട്ടീഷ് ഭരണശക്തിയുടെ രൂപത്തെക്കുറിച്ച് എന്റെ ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന പ്രത്യക്ഷാനുഭവം. ഷൊർണൂരിൽ നിന്ന് വണ്ടി കയറി ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെത്തി.
അവിടെ നിന്ന് കുതിരവണ്ടിക്ക് 810 മൈൽ ദൂരത്ത് വെള്ളാങ്ങാരിലുള്ള ബന്ധുഗൃഹത്തിലെത്തി. അന്നു മുതൽ 5 മാസത്തോളം അവിടെയാണ് കഴിച്ചുകൂട്ടിയത്. അവിടെ താമസിക്കുന്ന കാലത്തെല്ലാം ലഹളക്കാരുടെ അക്രമങ്ങളെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കേട്ടും പത്രങ്ങൾ വായിച്ചും മനസ്സിലാക്കി. എന്തൊക്കെ പറഞ്ഞാലും മാപ്പിളമാരെ വിശ്വസിച്ചുകൂടാ എന്ന ചിന്താഗതിയാണ് അതിലെല്ലാം അടങ്ങിയിരുന്നത്. ഗാന്ധിജിക്കും നിസ്സഹകരണ പ്രസ്ഥാനത്തിനും കോൺഗ്രസിനും എല്ലാമെതിരെ ചിന്താഗതിയും ഇത് രൂപം പ്രാപിച്ചിരുന്നു. ഇതിന്റെ എല്ലാം അല നേരിയ തോതിൽ എന്റെ മനസ്സിലും അടിച്ചിരുന്നു. 5-6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഏലംകുളത്ത് തന്നെ തിരിച്ചു വന്നു. ഞങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് നാട്ടിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി അനുഭവസ്ഥർ പറഞ്ഞു കേട്ടപ്പോൾ എന്റെ ആശയക്കുഴപ്പം കുറെ കൂടി വർദ്ധിച്ചുവെന്ന് ഇവിടെ തന്നെ പറഞ്ഞു വെക്കട്ടെ. നിസ്സഹകരണ പരിപാടിയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടിരുന്ന ഹിന്ദു മുസ്ലിം മൈത്രിയുടെ അടി തകർന്നു കഴിഞ്ഞിരുന്നു. ലഹളക്കാർ നടത്തിയ അക്രമത്തെക്കുറിച്ച് യഥാർത്ഥ കഥ പറയുന്ന ഹിന്ദുക്കൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴെന്ന് ഭയപ്പെട്ട് കൊണ്ടിരിക്കുകയും ജയിലിൽ കഴിയുന്ന ബന്ധുക്കളെ കുറിച്ച് വ്യാകുലരായി കഴിയുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ, ഗാന്ധിയെയും കോൺഗ്രസിനെയും പഴിക്കുന്ന ബ്രിട്ടീഷ് ഭക്തന്മാർ, കോൺഗ്രസിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയെന്നറിയാതെ നിൽക്കുന്ന ദേശീയവാദികൾ, ഇതാണ് സ്ഥിതി. EMS നമ്പൂതിരിപ്പാട് ആത്മകഥ, പേജ് 76-79. കേട്ടാ, രാഷ്ട്രീയക്കാരൊക്കെ ഭയങ്കരമായിട്ട് പിന്നീട് EMS ഇതിനെ മാറ്റി പറഞ്ഞു. അതൊരു കർഷക സമരമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് അത് പറയുന്നുണ്ട്. അത് നിലനിൽപ്പിന് വേണ്ടി, വോട്ട് ബാങ്കിന്റെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം പുള്ളി അത് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അല്ല അൻസാരി, ഞങ്ങൾ ഇതേപോലെ ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആയിരുന്ന EMS നമ്പൂരിപ്പാട് വരെ ഇതിനെപ്പറ്റി ഓർത്ത് നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കലാപം അവിടെ ഉണ്ടാക്കി വെച്ചു. ശരിയല്ലേ അൻസാരി? ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലാതെ. അപ്പൊ അൻസാരിക്ക് വയറ് നിറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അൻസാരി, ദൈവം എന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ അടുത്ത കുറച്ച് കാര്യങ്ങളൂടെ തരാം കേട്ടോ. വിഷമിക്കണ്ട. അൻസാരിയെ പോലുള്ളവരൊക്കെ ഇങ്ങനെ വരണമെന്നേ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് സംസാരിക്കാൻ തയ്യാറ. അപ്പൊ ഞങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് ചില ചരിത്രങ്ങളും കൊണ്ട് തരാൻ സാധിക്കും. മനസ്സിലായോ? നിങ്ങൾ പിന്നെ ഇനി കുറെ ചരിത്രങ്ങളുമായിട്ട് ചിലപ്പോ എന്റെ നേരെ വന്നേക്കാം. ഒരു പ്രശ്നമില്ല. പോര് ചരിത്രമായിട്ട് പോര്. വേണമെന്നുണ്ടെങ്കിൽ ഒരു മുഹമ്മദിന്റെ ചരിത്രം തന്നെ നമുക്കങ്ങ് പറയാം. എന്തു പറയുന്നു? നിങ്ങൾക്ക് അതിനുള്ള ആംബിയറും ഒന്നുമില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ഒരു കാര്യം ചെയ്യും അൻസാരി, ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഒരു സ്വപ്നം കണ്ടൊക്കെ ഒന്ന് ഉറങ്ങും കേട്ടോ. ഞാനൊരു സ്വപ്നം തരാം. ഈ സ്വപ്നമൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കി അങ്ങോട്ട് ഉറങ്ങ് നല്ല പോലെ. ഈ സ്വപ്നം കാണണം കേട്ടോ. പോയി ഈ സ്വപ്നം ഞാൻ വായിച്ചു കഴിയുമ്പോഴത്തേന് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഇതുപോലെ വിവരമില്ലാത്ത ഒരു മതം ലോകത്ത് കാണുകയില്ല. ഞാനിത് വേണ്ടാന്ന് വെച്ചേ, പക്ഷെ ഇതങ്ങോട്ട് തരാതെ ശരിയാകുകയില്ല. ഈ സ്വപ്നത്തെ പറ്റി ഒന്ന് കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഇതാണ് സ്വപ്നം. ഈ മൃതദേഹം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം കൊണ്ടുപോയി അടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ മൃതദേഹത്തെ അനാദരവ് കാണിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ആദരവോടുകൂടി തന്നെ കൊണ്ടുപോയി അടക്കുക. കാരണം പിന്നീട് മൃതദേഹത്തിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. മരിച്ചു കിടക്കുന്ന മനുഷ്യന് പിന്നെ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മൃതദേഹത്തെ കൊണ്ട് അടക്കി കഴിഞ്ഞാൽ കബർ അങ്ങോട്ട് മൂടി അവസാനത്തെ ആളിന്റെ കാൽപ്പഴ മാറ്റം അങ്ങോട്ട് മാറി കഴിയുമ്പോൾ 2 കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കാത്ത 2 പേര് ഇറങ്ങി വന്നിട്ട് കബറിലിട്ട് അടിച്ച് നാശമാക്കി. ഈ അൻസാരി വരെ എടുത്തിട്ട് അടിക്കും കേട്ടോ. അൻസാരി വരെ തല്ലി നാശമൊക്കെ ഏതാ കിയാമത്തോ കാഹള ഊതുന്ന കാലം വരെ കബറിലിട്ട് അടിച്ച് നാശമൊക്കെ. ചെവിയും കേൾക്കത്തില്ല, അവർക്ക് കണ്ണും കാണത്തില്ല. അമ്മ അത് 2 പേരെ ഇറങ്ങി വരുന്നത് മുൻകാർന്നൊക്കെ വന്നിട്ട് അടിച്ച് നാശമൊക്കെ. അൻസാരിക്ക് വരെ കിട്ടും. അപ്പൊ തലയെ തൊപ്പി വെച്ചിട്ടുണ്ട്, ഊരി വെച്ചിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അടി മേടിക്കാനേ പറ്റും. പക്ഷെ എന്തൊക്കെയാണല്ലോ ഇവരുടെ വിശ്വാസത്തിൽ ഈ മൃതദേഹം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അപ്പൊ ഈ മൃതദേഹത്തിനെ സ്വപ്നം കാണണം. കണ്ടു കഴിഞ്ഞ വലിയ സംഭവമാണ്. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ചിരിക്കരുത് കേട്ടോ, ബഹു രസമാണ്. അപ്പൊ എന്താണ് ഈ സ്വപ്നം എന്നുള്ളത് നോക്കാം. സ്വപ്നം കാണണം. എങ്ങനെ? മൃതദേഹത്തെ സ്വപ്നം കാണണം. കാണുമ്പോൾ മൃതദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കേൾക്കണം. മൃതദേഹത്തെ കരയുന്നതായും ദുസ്ഥിതി അനുഭവിക്കുന്നതായും സ്വപ്നം കണ്ടാൽ ഇഹലോകത്ത് വെച്ച് ചെയ്ത ദുർപ്രവർത്തികളെ കുറിച്ച് പരലോകത്ത് അവൻ ചോദിക്കപ്പെടും എന്നർത്ഥം. മൃതദേഹത്തെ രോഗബാധിതനായി കണ്ടാൽ മതത്തെയും വിശ്വാസത്തെയും കുറിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടും. മൃതദേഹം തലവേദന കാരണം കരയുന്നതായി കണ്ടാൽ അതിനർത്ഥം ദുനിയാവിൽ അഹങ്കരിച്ച് നടന്നതിനെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നതിൽ പറ്റിയ വീഴ്ചയെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നാണ് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നത്.
മൃതദേഹം പല്ലുവേദന കൊണ്ട് കരയുന്നതായി സ്വപ്നം കണ്ടാൽ പരദൂഷണം പറഞ്ഞതിനെ കുറിച്ച് അവൻ ചോദിക്കപ്പെടും. മൃതദേഹം കണ്ണുവേദന കൊണ്ട് കരയുന്നതായി കണ്ടാൽ ദുനിയാവിൽ വെച്ച് മറ്റാളുകളെ ചീത്ത ദൃഷ്ടി കൊണ്ട് കണ്ടതിനെ കുറിച്ച് അവൻ ചോദിക്കപ്പെടും. മൃതദേഹം ചെവിവേദന എടുത്ത് കരയുന്നതായി കണ്ടാൽ ഇഹലോകത്ത് വെച്ച് അവൻ കേട്ടിട്ടുള്ള തെറ്റായ കാര്യങ്ങളെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. കൈവേദന കൊണ്ട് മൃതദേഹം കരയുന്നതായി സ്വപ്നം കണ്ടാൽ കൈകൊണ്ട് അവൻ കാട്ടിക്കൂട്ടിയ അരുതായ്മകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. മരിച്ചയാൾ വശം വേദന കാരണം കരയുന്നതായി സ്വപ്നം കണ്ടാൽ ഭാര്യമാരുടെ കാര്യത്തിൽ അവൻ എന്തു ചെയ്തു എന്ന് കാര്യത്തെപ്പറ്റി അവൻ ചോദ്യം ചെയ്യപ്പെടും. പുറം വേദന കൊണ്ട് കരയുന്നതായി കണ്ടാൽ മാതാപിതാക്കളുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിനെ പറ്റി അവൻ ചോദ്യം ചെയ്യപ്പെടും. ലൈംഗിക അവയവത്തിന്റെ വേദന കൊണ്ട് മൃതദേഹം പുളയുന്നതായി സ്വപ്നം കണ്ടാൽ ദുനിയാവിൽ അവൻ ചെയ്ത ലൈംഗിക വൃത്തികേട്ടിനെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ പറ, ഇതാണോ ഒരു മതം? ഇതെല്ലാം ഇവര് മൂടി വെച്ചിരിക്കുന്ന സംഭവമാണ്. ഇത് ഞാൻ എഴുതിയതൊന്നുമല്ല കേട്ടോ. സമ്പൂർണ്ണ സ്വപ്ന വ്യാഖ്യാന ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു പുസ്തകമുണ്ട്. ഇതാണ് ആ പുസ്തകം. ഈ പുസ്തകത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ തന്നെ പറയാം, ലോകത്ത് ഏതേലും ഒരു മതത്തിൽ മൃതദേഹം രോഗബാധിതരായിട്ട് തലവേദന, പല്ലുവേദന, കണ്ണുവേദന, ഇത് എന്തുട്ടാണ് അനുസാരിയത്? ഇതാണോ ഇസ്ലാം? സമ്മതിക്കണം. ലൈംഗികത്തിന്റെ വേദന കൊണ്ട് എന്റെ പൊന്നിടവേ, കൈവേദന, മൃതദേഹത്തിന്റെ പുറം വേദന, ഇതെല്ലാം നിങ്ങൾ കുഴിയിലൊക്കെ ഇതൊരാള് സ്വപ്നം കാണില്ല. അപ്പൊ ഇത് പറയും കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞാല് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യും എന്നുള്ള ബോധനമാണ് തരുന്നതെന്നൊക്കെ ചിലപ്പോ ഇനി കൊണ്ടുവന്നിട്ട് കമന്റ് ബോക്സിലൊക്കെ എഴുതിയിടും. അത് നിങ്ങളുടെ വിവരമില്ലായ്മയാണ്. മനസ്സിലായോ? മൃതദേഹത്തിന് പുറം വേദനയെ, കൈവേദനയെ, വല്ലാത്ത സംഭവമാണ്, വല്ലാത്തൊരു മതമാണ്. സമ്മതിക്കും. അപ്പൊ അൻസാരി ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചുകൊണ്ട് പോയി ഒന്ന് കിടന്നുറങ്ങ്. അൻസാരി ഇനി വഫാത്തായതിന് ശേഷം, അല്ലെ മരിച്ചതിന് ശേഷം വീട്ടുകാര് അൻസാരി ഇരുന്നുകൊണ്ട് പുറം വേദന കൊണ്ടോ, വശം വേദന കൊണ്ടോ, കൈവേദന കൊണ്ടോ, ചെവി വേദനയോ അല്ലെ ലൈംഗികത്തിന്റെ വേദനയൊക്കെ കൊണ്ട് കരയുന്നതായിട്ടൊന്നും അവരാരും സ്വപ്നം കാണണ്ട. മര്യാദയ്ക്ക് എവിടെയും ഒരു മൂലക്കോട്ട് മാറിയിരിക്കും, അതാണ് നല്ലത്. ഇനി മേലെ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു, അത് ഇത് ചെയ്തെന്ന് ചോദിച്ചുകൊണ്ട് ഈ വഴിക്ക് വന്നേക്കരുത്, കേട്ടല്ല? മനസ്സിലായോ? ഇതേപോലെ പലതും ഉണ്ട്, പല പുസ്തകങ്ങളും ഇരിപ്പുണ്ട് കയ്യിൽ. അതെടുത്ത് ഞാൻ പുറത്തേക്ക് ഇടും, നാണം കെട്ടുപോകും. ഇപ്പൊ തന്നെ ഇത്രമായി, ഇനിയും വന്നു കഴിഞ്ഞാൽ ഇനിയുണ്ട്. പ്രാവിന്റെ കാട്ടം പുകച്ചു കഴിഞ്ഞാല് പ്രസവവേദന പെട്ടെന്നാവുന്നൊക്കെ പറഞ്ഞ ചരിത്രങ്ങളുണ്ട്, അതെല്ലാം കിടപ്പുണ്ട്. അതുകൊണ്ട് അൻസാരിയോട് പറയണം, അൻസാരി അപ്പോഴുള്ള ജിഹാദികളോട് പറയണം, ഇങ്ങോട്ട് ചൊറിയാൻ വരണ്ട, ഇങ്ങോട്ട് ചൊറിയാൻ വേണ്ടി വരണ്ട, തിരിച്ചു മാന്തി വിടുന്നതായിരിക്കും ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത്. ഇനി ഇവർക്ക് ഒരു പരിപാടിയുണ്ട്, അത് വേറെ ഒന്നല്ലേ, മുഹമ്മദ് തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഹദീസാണ്. ജാബിർ ഇബ്നു അബ്ദുള്ളയുടെ നിവേദനം, റസൂൽ പറഞ്ഞു, നിങ്ങൾക്കൊരു ഉപകാരം ചെയ്താൽ നിങ്ങൾ അവർക്ക് തിരിച്ചു ചെയ്യുക, കഴിഞ്ഞില്ലെങ്കിൽ അവരെ ആരെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾക്കതിന് പ്രശംസിക്കുക. പ്രശംസിക്കുന്നവർ അവരോട് നന്ദിയാണ് കാണിക്കുന്നത്, മറച്ചു വെക്കുന്നവൻ അവരെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. കാര്യം മനസ്സിലായോ? ഉപകാരം ചെയ്യുക, കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രശംസിച്ചു വിട്ടോണം. ഭാര്യയും കുന്നനെയൊക്കെ പ്രശംസിച്ച് കയറ്റി വെച്ചിരിക്കുന്ന പോലെ പ്രശംസിച്ചു വിട്ട് ഇങ്ങനെ കയറ്റി വെക്കണമെന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അൻസാരിക്ക് കാര്യം മനസ്സിലായോ? ഇനി ഈ വഴിക്ക് വന്നേക്കരുത്. അല്ല പുറം വേദന, ചെവിവേദന, പല്ലുവേദനയൊക്കെ ആയിട്ട് മൂലക്കോട്ട് മാറിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻസാരി ജീവിക്കുന്ന ആലപ്പുഴയാണെന്ന് തോന്നുന്നു. ആലപ്പുഴയിൽ ആദ്യകാല ക്രൈസ്തവ മിഷണറിമാർ ചെയ്തിട്ടുള്ളത് ഈ ലോകത്ത് മറ്റുള്ളവർക്ക് ചെയ്യാൻ. അന്ന് നിങ്ങൾ കണ്ടവരെ വെട്ടിയും കുത്തിയും കൊന്നും ഒക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങളുണ്ടല്ലോ, ആ ദേശത്തേക്ക് വന്നിട്ട് പള്ളിയോട് ചേർന്ന് ചെറിയ ഡിസ്പെൻസറിയോ ആശുപത്രികളോ ഒക്കെ പ്രവർത്തിച്ചിട്ട് വസൂരിക്കും കോളറ തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ വാക്സിനേഷൻ നൽകി സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിചരണം കൊടുത്ത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുത്ത്, വസ്ത്രധാരണത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ നന്മയിലേക്ക് നയിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തത്. ബ്രിട്ടീഷുകാരും മിഷണറിമാരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിനെ രണ്ടിനെ ഒരുമിച്ച് കൂട്ടുന്ന കുറെ സംഘികളും കുറെ മുസ്ലിങ്ങളും ഉണ്ട്. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ട് തന്നെയാണ്. മനസ്സിലായോ? അവര് വന്നിട്ട് ഇത്തരം രോഗങ്ങൾക്ക് മറ്റുള്ള വിദ്യാഭ്യാസത്തിന് വരെ ഒരു മുന്നവനം തന്നത് പോലും ക്രൈസ്തവ മിഷണറിമാരാണ്.
നിങ്ങൾ വന്നിട്ട് ഞങ്ങളോട് എന്ത്, ഞങ്ങൾ ഇതേപോലെ ജീവനോടെ പോയി തൊലി ഉരിക്കുകയും തലവെട്ടുകയും മതം മാറ്റുകയും പരിപാടിയൊന്നും ചെയ്തിട്ടില്ല വാള് വെച്ച്. മനസ്സിലായോ? അവിടെ ഏറ്റവും നല്ല രീതിയിൽ പള്ളിയോട് ചേർന്ന് കൂടം പണിത് പള്ളിക്കൂടം പണിയുകയും അതുകൂടാതെ തന്നെ രോഗത്തിന് അല്ലെന്നുണ്ടെങ്കിൽ രോഗം അത് അസൂര്യൻ കോളറയുടെ ഒക്കെ അവസ്ഥ അറിയാലോ എത്രത്തോളം മോശമായിരുന്നു. മനുഷ്യൻ മരിച്ചു വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെയുള്ള വാക്സിൻ നൽകി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വരെ നൽകി മുമ്പോട്ടുണ്ട്. അതുകൊണ്ട് അൻസാരിയോട് പറയണം, ഇനി മേലെ ഇത്തരം ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരരുത്. തക്കിയടിച്ച് ജീവിച്ചോ, അത് നല്ല കാര്യം. അത് നിങ്ങളുടെ മതത്തിന് വേണ്ടി ജീവിച്ചോ തക്കിയടിച്ച്, അല്ല ഞങ്ങളുടെ മേത്തേക്ക് ഇങ്ങോട്ട് കയറാൻ വേണ്ടി വരാം. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ്, ഇതേപോലെ സ്വപ്നം കണ്ടുറങ്ങുന്ന ഈ മുഹമ്മദിയരുടെ വാക്കുകളും കേട്ടുണ്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് എന്റെ നേരെ കിടന്നിട്ട് ഇത് ചെയ്യാൻ വരണ്ട. അവൻ ചോദിച്ചതിന്, അൻസാരി ചോദിച്ചതിന് ഞാൻ മറുപടി കൊടുത്തതാണ്. ഇനിയുണ്ട് മറുപടി, ദൈവം അനുവദിച്ചാൽ ഇനിയും തരാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. അൻസാരി ഇത്ര ഈ തലയിക്കെട്ടും പരിപാടിയൊക്കെ എടുത്ത് താഴെ വെച്ചിട്ട് ഞങ്ങളുടെ നേരെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പോയി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. പരിശോധന ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കും. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ.